കത്തോലിക്ക തിരുസഭയിൽ കർമ്മല മാതാവിനോടുള്ള ഭക്തി ആരംഭിച്ചത് 12-ാം നൂറ്റാണ്ടിലാണ്. ഇസ്രായേലിലെ കർമ്മൽ മലയുടെ താഴ്വാരത്തിൽ ഒരു കൂട്ടം സന്യാസികൾ ചേർന്ന് ഒരു സന്യാസി സഭ സ്ഥാപിച്ചു. അവരുടെ ആശ്രമത്തിന് ദൈവമാതാവിൻ്റെ പേരാണ് അവർ നൽകിയിരുന്നത്. മാതാവിനോടുള്ള അവരുടെ ഭക്തി കാർമൽ മലയിലെ താമസവും കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്ന പേര് ലഭിക്കാൻ ഇടയാക്കി. കുരിശുയുദ്ധ കാലത്ത് യൂറോപ്പിൽ തഴച്ചു വളർന്ന ഈ സഭയ്ക്ക് അവിടെ എതിർപ്പ് നേരിടേണ്ടി വന്നു. 1251 ജൂലൈ 16-ാം തീയതി അന്നത്തെ സുപ്പീരിയർ അച്ഛനായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഉത്തരീയം നൽകിക്കൊണ്ട് മാതാവ് പറഞ്ഞു, എൻ്റെ സഹോദരത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മോലേദ്യം സ്വീകരിക്കുക. ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട് മരിക്കുന്നവർ നശിക്കുകയില്ല. ലോകത്തിലുള്ള എല്ലാ മാതൃഭക്തന്മാരും കർമ്മോലേദ്യം ധരിക്കുവാൻ തുടങ്ങി. 1322 ജോൺ 22-ാം മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട് മറ്റൊരു വാഗ്ദാനം കൂടി നൽകി. മറ്റൊരു വാഗ്ദാനം കൂടി മാതാവ് നൽകുകയുണ്ടായി. കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ അനുസരിച്ചിട്ടുള്ള എല്ലാവരെയും മോചിപ്പിക്കും. 14-ാം നൂറ്റാണ്ടു മുതൽ ജൂലൈ 16-ന് സഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു.